എല്ലാ ദിവസത്തെ പോലെയായിരുന്നു അന്നും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് സമൂഹമാണ് ശ്രീലങ്ക എന്ന് നമുക്ക് അറിയാം. സമൃദ്ധമായ വനങ്ങളാലും വൈവിധ്യമാർന്ന വന്യജീവികളാലും പേരുകേട്ട രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ തീരം ചെറിയ തടാകങ്ങളാലും കണ്ടൽക്കാടുകളാലും ഒക്കെ നിറഞ്ഞ കൊക്കില എന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകൾ നദികൾ തടാകങ്ങളും കടന്ന് എത്താറുണ്ട്. വലിയ ശരീരം ആണെങ്കിലും വലിയ നീന്തൽക്കാരാണ് ആനകൾ. ശക്തിയേറിയ കാലുകൾ കൊണ്ടും തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിവച്ചും ഒരുപാട് ദൂരം നീന്താനുള്ള കഴിവ് ആനകൾക്കുണ്ട്. 2017 ജൂലൈ 11 രാവിലെ ശ്രീലങ്ക നാവികസേന പതിവ് പോലെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അതിനിടയിലായിരുന്നു അവർ ഒരു വിചിത്ര രൂപം കണ്ടത്. പൊങ്ങിക്കിടക്കുന്ന രൂപം കണ്ട് അവർ പെട്ടെന്ന് ഞെട്ടി. എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയില്ലാത്തൊരു ദൂരം ഉണ്ടായിരുന്നു. ഷിപ്പ് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ഷിപ്പ് അതിൻ്റെ അടുത്തേക്ക് ലക്ഷ്യമിട്ടു. പുറംകടലിലെ ജീവിയായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത്. അവർ അതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവർ തന്നെ ഞെട്ടിത്തരിച്ചുപോയി. അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിത്തരിച്ചുപോയി എന്ന് പറയാം. അതൊരു വലിയ ആനയായിരുന്നു. അത് ജീവനോടെയും മരണത്തോടെയും മല്ലിടുകയായിരുന്നു. അത് കരയിൽ നിന്നും 8 മൈൽ ദൂരമായിരുന്നു. 8 മൈൽ ദൂരമെന്ന് വെച്ചാൽ 13 കിലോമീറ്റർ ദൂരമുണ്ട്. ആ സമയം ആന നല്ല അവശനിലയിലായിരുന്നു. കൂടാതെ തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വാസമെടുക്കാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നതും അവർ കാണുകയുണ്ടായി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ആന മുങ്ങിപ്പോകുമെന്ന സാഹചര്യമാണെന്ന് അവർക്ക് മനസ്സിലായി. നദി മുറിച്ച് കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കടലിൽ എത്തിയതായിരിക്കുമെന്നാണ് വന്യജീവി അധികൃതർ പറയുന്നത്. അതായത് കൊക്കിലയിലെ കടലിൽ വേലിയേറ്റങ്ങളും ശക്തമായ തിരമാലകളും സാധാരണമാണ്. അതിനാൽ ശ്രീലങ്കൻ നേവിക്ക് ആനയെ രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനമെടുത്തേ പറ്റൂ എന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ആനയെ നടുക്കടലിൽ രക്ഷപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കൂടാതെ ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് ട്രെയിനിങ് പോലും ഇല്ലായിരുന്നു. പക്ഷേ എന്ത് വില കൊടുത്തും ആനയെ രക്ഷിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ബോട്ടുകൾ കടലിലിറക്കി. മുങ്ങൽ വിദഗ്ധർ സ്വന്തം ജീവൻ പോലും നോക്കാതെ കടലിലേക്ക് ഇറങ്ങി. എന്നാൽ എങ്ങനെ ആനയെ രക്ഷിക്കും എന്നതായിരുന്നു അടുത്ത ചോദ്യം. കാരണം കടലിൽ ശക്തമായ തിരമാലകളായിരുന്നു. എന്നാൽ ആനയെ ജീവനോടെ തന്നെ രക്ഷിക്കണം എന്ന തീരുമാനം അവരുടെ ദൃഢ തീരുമാനമായിരുന്നു. അതിനുവേണ്ടി അവർ ഒരു ഉപായം കണ്ടെത്തി. ആനയുടെ ശരീരത്തിൽ കയറ് ബന്ധിച്ച് കെട്ടിവലിക്കാം എന്നതായിരുന്നു ആ ഉപായം. അതിൽ ഒടുവിൽ അവർ വിജയിക്കുകയായിരുന്നു. നീണ്ട 12 മണിക്കൂറത്തെ പോരാട്ടത്തിൽ അവർ ആനയെ കരക്കെത്തിക്കാനുള്ള ശ്രമം വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അവർ സ്വന്തം ജീവൻ പോലും നോക്കാതെ പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് കടലിൽ ഇത്രയും മണിക്കൂർ നീണ്ട ഈ സാഹസ്യ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ആനയെ കരക്കെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ആ ഒരു ജീവന് ഇത്രയും വലിയ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനയെ സേഫായി അവർ കരക്കെത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഇതിനെ തുടർന്ന് ശ്രീലങ്കൻ സർക്കാർ കോസ്റ്റ് ഗാർഡിനെയും അതിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാരെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് 2. കൂടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.